ഇറാനെതിരെ ലോകം ഇതുവരെ കാണാത്ത തരത്തിലുള്ള കടുത്ത നടപടികൾ സ്വീകരിക്കുമെന്ന് അമേരിക്ക. ഇത് സംബന്ധിച്ച് അടുത്ത ആഴ്ച പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് അമേരിക്കൻ ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ് പറഞ്ഞു. വിസ്മയ പ്രകാശ് ഉണ്ട് വിവരങ്ങളുമായി. എന്തായാലും ഇറാനെതിരെ കൂടുതൽ ആക്രമണം കടുപ്പിക്കാൻ തന്നെയാണ് അമേരിക്കയുടെ തീരുമാനം. കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? ഇറാനെതിരെ വീണ്ടും ഒരു മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് അമേരിക്കയുടെ ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റാണ് ഇത്തരത്തിലൊരു മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. അതായത് ചരിത്രത്തിൽ ഇതുവരെ കാണാത്ത വിധമുള്ളൊരു നടപടി ഇറാനെതിരെ സ്വീകരിക്കുമെന്നുള്ളൊരു കാര്യമാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഈ ഒരു ഇറാനെതിരെ മുന്നറിയിപ്പ് നൽകിക്കൊണ്ടിരിക്കുകയാണ് അമേരിക്ക. യുദ്ധം തുടങ്ങിയപ്പോൾ മുതലാണ് ഇത്തരത്തിൽ മുന്നറിയിപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും നൽകിക്കൊണ്ടിരിക്കുന്നു. അതുപോലെയാണ് ഇപ്പോൾ ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റാണ് അത്തരത്തിലൊരു മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. അതായത് ചരിത്രത്തിൽ ഇതുവരെ സ്വീകരിക്കാത്തൊരു നടപടി സ്വീകരിക്കുമെന്നുള്ളൊരു കാര്യമാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. ലോകം ഇതുവരെ കാണാത്ത തരത്തിലുള്ള കടുത്ത നടപടികൾ സ്വീകരിക്കുമെന്നുള്ളൊരു കാര്യമാണ്. മാത്രമല്ല ഇറാനെ സാമ്പത്തികമായി ഞെരുക്കും, അല്ലെങ്കിൽ സാമ്പത്തികമായി ഒറ്റപ്പെടുത്തുമെന്നുള്ളൊരു കാര്യം കൂടി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇറാനെതിരെ നടപടികൾ കടുപ്പിക്കാൻ തന്നെയാണ് അമേരിക്ക ശ്രമിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു സ്കോട്ട് ബെസൻ മാത്രമല്ല മറ്റ് നേതാക്കളും, അമേരിക്കയുടെ നേതാക്കളും ഇതുപോലെ തന്നെ പല പ്രസ്താവനകളുമായി മുന്നോട്ട് വന്നിട്ടുണ്ട്. അതായത് US പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സെത്തും കൂടെ ഒരു മുന്നറിയിപ്പ് അല്ലെങ്കിൽ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത് ഇറാനെതിരായ ഉപരോധം അമേരിക്കക്ക് അനിശ്ചിതകാലത്തേക്ക് നിലനിർത്താൻ കഴിയുമെന്നുള്ളൊരു കാര്യമാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഈ ഒരു ഉപരോധം ഈ ഒരു ഹോർമുസ് കടലിടുക്കിൻ്റെ കാര്യത്തിലാണെങ്കിലും മറ്റ് ഇറാൻ്റെ സ്വത്ത് ഉപരോധിക്കുന്ന കാര്യത്തിലാണെങ്കിലും അടക്കം ഈ ഒരു ഉപരോധം തുടരുകയാണ്. അപ്പോൾ ഈ ഒരു ഹോർമുസ് കടലിടുക്കിൻ്റെ ഉപരോധം അനിശ്ചിതകാലത്തേക്ക് തുടരാൻ, അല്ലെങ്കിൽ അനിശ്ചിതകാലത്തേക്ക് തുടരാൻ അമേരിക്കക്ക് കഴിയുമെന്നുള്ളൊരു കാര്യമാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ഹോർമുസിൻ്റെ ഉപരോധം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതേസമയം തന്നെ ഹോർമുസിൽ കടലിടുക്കിലൂടെ സമുദ്ര ഗതാഗതം സാധാരണയായി ഒഴുകുന്നു എന്ന US വാദം ഇപ്പോൾ ഇറാൻ സൈന്യം തള്ളിയിരിക്കുന്നുണ്ട്. ഇറാൻ്റെ അനുമതിയില്ലാതെ ഒരു കപ്പലും ഹോർമുസിലൂടെ കടന്നു പോകില്ലെന്നാണ് ഇറാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ മാത്രമല്ല ഈ ഒരു ഹോർമുസ് കടലിടുക്കിലൂടെ കടക്കുന്നതിനിടെ അബുദാബി നാഷണൽ ഓയിൽ കമ്പനിയുടെ 2 കപ്പലുകൾക്ക് നേരെ ആക്രമണം ഉണ്ടായതായുള്ള റിപ്പോർട്ടും കൂടിയുണ്ട്. UAE ഔദ്യോഗിക മാധ്യമങ്ങളാണ് ഇത്തരത്തിലൊരു വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഹോർമുസ് കടലിടുക്കിൽ ഇപ്പോഴും ഈ ഒരു ഉപരോധം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. തങ്ങളുടെ അനുമതിയില്ലാതെ ഒരു കപ്പലും കടത്തിവിടില്ല എന്നുള്ളൊരു കാര്യമാണ് ഇറാൻ വ്യക്തമാക്കിയിരിക്കുന്നത്. മറ്റൊരു കാര്യം US വൈസ് പ്രസിഡന്റ് JD വാൻസ് വ്യക്തമാക്കിയത് ഇവരുടെ ലക്ഷ്യങ്ങൾ, അതായത് അമേരിക്ക എന്താണ് ലക്ഷ്യമിടുന്നുള്ളൊരു കാര്യം കൂടെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതായത് അമേരിക്കയുടെ ഊർജ്ജ വില സ്ഥിരപ്പെടുത്തുക, അതുപോലെ തന്നെ ടെഹ്റാൻ ആണവായുധങ്ങൾ നേടുന്നതിൽ നിന്ന് തടയുക എന്നുള്ളൊരു കാര്യമാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഇതുപോലെ നേതാക്കൾ പല മുന്നറിയിപ്പും അതുപോലെ തന്നെ പല പ്രസ്താവനയും അമേരിക്കയുടെ നേതാക്കൾ വന്നിട്ടുണ്ട്. പക്ഷേ ഇതിനെതിരെ ഇറാനും പ്രതികരിക്കുന്നുണ്ട്. അതായത് ഇവരുടെ മുന്നറിയിപ്പിനോ അല്ലെങ്കിൽ ഭീഷണിക്കോ വഴങ്ങില്ല എന്നുള്ളൊരു കാര്യമാണ് ഇറാൻ നേരത്തെയും വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ ഒരു അമേരിക്കയുടെ ഭീഷണിക്ക് വഴങ്ങില്ല എന്നുള്ളൊരു കാര്യം ഇറാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ ഈ ഒരു ചർച്ചകളും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഈ ഒരു ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെ തന്നെ ഇത്തരത്തിലുള്ള മുന്നറിയിപ്പും ഇരു രാജ്യങ്ങളും തമ്മിൽ മുന്നറിയിപ്പ് നൽകിക്കൊണ്ടിരിക്കുകയാണ്. ശരി, വിസ്മയ പ്രകാശാണ് വിവരങ്ങൾ നൽകിയത്.